അപ്പോൾ നമ്മളിപ്പോൾ അൽസീവിലെത്തിയിരിക്കുന്നു. ഹെറിറ്റേജ് വില്ലേജ്. അപ്പോൾ ഇന്ന് ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ എന്നെ കൂടുതൽ വിളിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്ത് തരുന്നതാണ് ഗൈസ്. അപ്പോൾ ബയോ പോവാം. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇവിടെ ഫുള്ളും പണ്ടത്തെ ബിൽഡിങ്ങും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പണ്ടത്തെ ആൻറ്റീന അങ്ങനെ ജനലുണ്ടാക്കാൻ മറന്നതാ. ഇവിടെ ഇങ്ങനെ ജനലുണ്ടാക്കാൻ ഓലപ്പരത്തെ സംഭവം വിളക്കും അപ്പോൾ ഇതാണ് പണ്ടത്തെ കാലത്തുള്ള കുഞ്ഞു കുഞ്ഞു ഭയങ്കര ചെറിയ അതിനെക്കാട്ടും ചെറിയ അതൊരു ചെറിയ ഇതെടുത്ത് ഇത് ജനല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണൂടെ. മാർക്കറ്റ് പോലത്തെ സ്ഥലം എന്നൊക്കെ പറയണത്. ഇവിടെ കുറേ ഡ്രസ്സ്, പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ്. ഇവിടെ കുറേ ഇതെന്താ കേറിയിരിക്കാല്ലേ ഫയർ എന്ത് ആരൊക്കെ ഈ സ്റ്റെപ്പ് കയറാൻ പറ്റും. അവിടെ കയറിയിട്ട് എന്താ കാര്യം? മേലൊന്നുമില്ല. ട്രഡീഷണൽ ഇവിടെ റൂം എടാ ഇവിടെ റെന്റ് റൂം പോലത്തെ സംഭവം തോന്നിട്ടാ 373 ഇങ്ങനെ കോട്ടേഴ്സ് പോലത്തെ അല്ലേ? വേണ്ടാ, അപ്പുറത്ത് ചിലപ്പോൾ ഷോപ്പ് ഉണ്ടാവും. മമ്മിയോ? അൽസീഫിലെ ഓരോ മുക്കും മൂലകളും ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുപോലുമായി. ഉമ്മച്ചിൻ്റെ ഒക്കെ വേറെ അവിടെ വീഡിയോഗ്രാഫി നടക്കുന്നുണ്ട്. ഇതൊരു സൈഡ് എത്തിയിട്ടുള്ളൂ. ഇനി കവർ ചെയ്യാണ്ട് പേര്. അപ്പോൾ ഗൈസ് ഇതാണ് പണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒഴുകി വരുന്ന സ്ഥലം. വെള്ളം ഒഴിച്ച് ഇതിൽ കൂടെ വീന്ന് ഒഴുകി. ഇത് തന്നെ എന്തോ പെട്ടിയിട്ട് ഇത് തുറക്കായിട്ടാണ്. ഇവിടെ ആണി കരണ്ട് അല്ല കരണ്ടാവും. ഇത് ആണിയൊക്കെ അടിച്ചു വെച്ചു. അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മച്ചിൻ്റെ സൈഡിൽ നിന്ന്. ഇവിടെ തന്നെ തുരുമ്പ്. ഇവിടെ എന്ത് മെറ്റൽ ഉണ്ടെങ്കിലും അത് എന്തൊരു തുരുമ്പാവും. തുരുമ്പ് ആഡ് ചെയ്യാവര്. എടാ അപ്പൊ ഇത് പണ്ടത്തെ സ്ഥലല്ലേ? തുരുമ്പ് എങ്ങനെ ആഡ് ചെയ്യാ? ഇവിടെയാണ് പണ്ടത്തെ മണ്ണ്, ഓൾഡ് മണ്ണ്. ഇല്ലല്ലേ ഇവിടെ ഇതാ എന്തോ പോട്ടൊക്കെ ഉണ്ട്.
പണ്ടാരെങ്കിലും ഉണ്ടാക്കി പോട്ടാ. ഇവിടെ എന്തോ മറ്റേ ക്യാനോ അത് പറ്റിയ പണ്ടത്തെ കടൻ്റെ സെറ്റപ്പ് അല്ലേ. കട ഇങ്ങനെ ഇതിങ്ങനെ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ പണ്ടത്തെ കടയാണ്. അയ്യോ കുത്തണ്ട, ആകെ പൊളിഞ്ഞു. പിന്നെ കഴിച്ചാൽ ഇവിടെ കുറേ മസാല. ഇവിടെ മസാല അല്ലേ? മസാല മാത്രമൊന്നുമല്ല, ഇത് കൂടുതലും ടൂറിസ്റ്റ് ഏരിയസ് ആയതുകൊണ്ട് ടൂറിസ്റ്റ് വൈബുള്ള അങ്ങനത്തെ ആയിട്ടുള്ള കടകളാണ്. അവിടെ തന്നെ മറ്റേ മൊണാലിസൻ്റെ ബാഗ്. മൊണാലിസൻ്റെ ബാഗ് ഫുൾ അങ്ങനത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്നും വിൽക്കാനാവില്ല, ഇതൊക്കെ ഇവിടെ തന്നെ സാധനങ്ങളാവും. അലാവുദ്ദീൻ ആരാ ജിന്ന ഇത് ഈ ഷോപ്പ് തരുന്നുണ്ടോ? ഈ ആൻറ്റിക് ഷോപ്പ് തരുന്നു. കുറ്റികളാണ്. അല്ല ഇത് നോക്ക്, ഇവിടെ ഫുള്ള് കൃഷി. എടാ ഇതൊന്നും അതൊക്കെ എന്താ മറ്റേ ഗോൾഡോ? ആ ഉള്ളിൽ അങ്ങോട്ട് നോക്ക്, അവിടെ ഗോൾഡ് എന്തൊക്കെ ഉണ്ട്. ഇതൊക്കെ റിയൽ അല്ല ഗൈസ്, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗ്ലാസ് ഒന്നും റിയൽ അല്ല, പറ്റിക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചിരിക്കുക. ഇവിടെ കുറെ പൊടി പിടിച്ച വണ്ടികളുണ്ട്. പ്ലെയിനാണ്, മറ്റേ പ്ലെയിന്. ഈ വണ്ടികളെ നോക്ക്, മറ്റേ പണ്ടത്തെ ക്യാമറ, പഴയ ക്യാമറ. എന്താ പറ്റിയ ആ പ്ലെയിൻ ഇപ്പൊ ശരിക്കും. റേഡിയോ, പെട്ടി, എന്താ ഫ്യൂസോ, ഇതൊന്നും അറിയില്ല. ഇവിടെ മറ്റേ ഷെല്ല് അടിയില്ല, ഷെല്ല്. പിന്നെ മറ്റേ എന്താ മറ്റേ സിനിമയുള്ളല്ലേ? അല്ലടാ മറ്റേ മമ്മൂട്ടിയുടെ സിനിമ, പ്രേതത്തിൻ്റെ മമ്മൂട്ടി ക്ലോണാവും വേറെ. ആ ബോധത്തില്ലേ ഈ സാധനം ആവാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ സാധനം മ്യൂസിയം. ഇവിടുത്തെ ഈ ഏരിയ അൽസീഫ് ഏരിയയാണ്. പണ്ടത്തെ ചെസ് ഡോറ്. ഈ ഏരിയ ഒക്കെ നല്ല അടിപൊളി ഏരിയ. ഇതെവിടെയും കുറേ ക്രിസ്റ്റലുണ്ട്. അതൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യും. ദുബായിലാണെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ വരി. ഇവിടെയൊക്കെ ഇവിടെ എന്തോ ആർട്ട് ഓഫ് ഇല്യൂഷൻ ആണ് ഗൈസ്. ഇവിടെ പണ്ടത്തെ ബാസ്കിൻ റോബിൻസ് ഉണ്ടോ? പണ്ടത്തെ ബാസ്കിൻ റോബിൻസ് ഒക്കെ, പണ്ടത്തെ ബാസ്കിൻ പുതിയതാണ്. പണ്ടത്തെ ചളിയൊക്കെ വരുത്തി വെച്ചു കയറിയൊക്കെ ഇരുന്ന്. ഇതാ ഗൈസ് പണ്ടത്തെ വണ്ടി. എന്തോ വണ്ടി, എന്ത് ജീപ്പാ, അംബാസഡറാ, എന്തോ വണ്ടി ഗൈസ്. പണ്ട് യാത്ര ചെയ്തിരുന്ന ക്യാമലിൻ്റെ എന്താ താത്തട്ടെ. ഈഗിൾ ഇമ്മച്ചി ഫോട്ടോ ഷൂട്ടിങ്. ക്യാമറ എല്ലാം ചൂടാവണ്ടിട്ടോ. അപ്പം ഗൈസ് എന്താണ് വണ്ടിയിൽ ഇങ്ങനെ ഈ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഫുഡൊക്കെ. എന്താ ചട്ടി വയ്ക്കുക, കടലച്ചട്ടി. ഇതിപ്പോഴും ആളുകൾ വില കൊടുത്തു. ഇലക്കുള്ളിൽ ഇവിടെ ഒരു മരമുണ്ട്. അവിടെ കുറേ സംഭവങ്ങളുണ്ട്. അവിടെ കുറേ നടക്കാണ്ട്. ഇവിടെ എന്തോ കിളികൾ നടക്കുന്നു, പ്യാരി നടക്കുന്നു, പാരി നടക്കുന്നു, പാരി നടക്കുന്നു. ഇവിടെ സ്റ്റാർ ബോക്സാ.
ആടാ ഇവിടെ ഗൈസ് സ്റ്റാർബക്സ്. അവിടെ സ്റ്റാർബക്സ് ഉണ്ട്. കൊള്ളാട്ടോ. ഈ സ്ഥലം പൊളിച്ച്. ഇലകൾ. ഒരു മിനിറ്റ്. അത് കാണൂല അതിൽ. ചെറുതായിട്ട് കാണാം. പ്രാവ് കൈസ്. ഓരോന്നിമ്മലും കുറേ പ്രാവ്. പണ്ടത്തെ സ്റ്റാർബക്സ്, പണ്ടത്തെ ബാസ്കിൻ റോബിൻസ്, എന്തൊക്കെ ഇവിടെ കൈസ്. എല്ലാം പണ്ടത്തെ ബാസ്കിൻ റോബിൻസ് ഉണ്ട്, പണ്ടത്തെ സ്റ്റാർബക്സ് ഉണ്ട്, ഇനി പണ്ടത്തെ പണ്ടത്തെ പിസാട്ട് ഉണ്ടാവും, പണ്ടത്തെ ക്യാപ്സി ഉണ്ടാവും, പണ്ടത്തെ ചിക്കിങ് ഉണ്ടാവും, പണ്ടത്തെ എന്ത് പൊട്ടത്തര. പണ്ട് കാലത്തെ ബുർജ് ഖലീഫൊക്കെ ആയിരിക്കും ഇത്. എനിക്ക് അതാ ഫ്ലൈറ്റൊക്കെ പോണേ. ഫ്ലൈറ്റ് വിമാനല്ലേ അന്ന് ഇതിൽ കൂടെ യാത്ര. വേറെ എവിടെ എത്തിയല്ലോ. അയ്യോ എന്താ അതേതാ ലോഡ്ജ് അത്തരം ഇവിടെ എന്തുകൊണ്ട് ഇവിടെ. പിന്നെ പണ്ടത്തെ ജോയ് ദ ജ്യൂസ്, പണ്ടത്തെ മോമോസോ കുറേ ഉണ്ട് കേട്ടോ. കുറേ പണ്ടത്തെ വേറെ കൊണ്ട് പോണേ. ഇവിടെ ഒരു ഇവിടെ കയറട്ടേം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ഇവിടെ കയറാൻ പറ്റൂല. അയ്യോ നടക്കാൻ കഴിയാത്തത് മൂലം നമ്മളിപ്പോൾ പോവുകയാണ്. നടക്കാൻ വയ്യാത്തത് മൂലവും പിന്നെ മെട്രോ ടൈം ഷോർട്ടേജ് ഉള്ളത് കൊണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഒരു കിടിലം മതിൽ കാണിച്ചു കൊടുക്കും. ഒരു വെറൈറ്റി ടൈപ്പ് മതിലുണ്ട് അവിടെ. പിന്നെ ഇനി കണ്ടുവാ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊരു സത്താർബക്സ് ഉണ്ട്. സത്താർബക്സിൽ ഇന്ന് നമ്മൾ കയറണം. ഇന്ന് നമ്മൾ ഇവിടെ കയറിയില്ലേ, മറ്റേ ടിം ഹോട്ടൻസിൽ കയറിയില്ലേ, അതുകൊണ്ട് നമ്മളിന്ന് സത്താർബക്സിൽ കയറുന്നില്ല. അമ്മാതിരി ചോദ്യങ്ങൾ ഇത് കാണിച്ചെടുക്ക്. ഇങ്ങനത്തെ ഓരോ ലൈറ്റിൻ്റെ പരിപാടി ഉണ്ട്. ഇങ്ങനെ പോകും തോറും അങ്ങോട്ട്. പക്ഷെ നമ്മൾ അത്രയും അങ്ങോട്ട് പോകുന്നില്ലാത്തത് കൊണ്ട് ഈ ഏരിയാസൊക്കെ കാണിച്ചു കൊടുത്താളെ. നീ ഇങ്ങനെ പോ. നമുക്ക് പോകാനുള്ള വഴി തന്നെയാണ്. ഇങ്ങനെയൊക്കെ പോയേക്കാം. അപ്പോൾ ഇവിടെ പഴയ ആക്രി സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ഫാൻ്റെ ലീഫ്, ഒരു ഊതുകട. ഞാൻ പറഞ്ഞേ ആക്രി സാധനങ്ങൾ വിൽക്കുന്ന കടയാണത്. പിന്നെ ഇത് അങ്ങോട്ട് നോക്കിയാലും ഇവിടെയും ഫുൾ കാലിയായിട്ടുള്ളൊരു ഏരിയ കാണാം. ഇതും അതേപോലത്തെ ഒരു ഏരിയയാണ്. ഭയങ്കര ക്വൈറ്റാണ്. ഇന്ന് സൺഡേ ആയിട്ടും അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ നടക്കാനും ഇതേപോലത്തെ ഒരു വൈബ് ആഗ്രഹിക്കുന്നവർക്കും ഇങ്ങോട്ട് വരാം. പിന്നെ ഇനി ഓവർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് നടക്കാനുള്ളത്. ഇനി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതാ പ്രാവുകൾ ഇരിക്കുന്നു. ഇവിടെ വേറെ മൂഡ്. ഇവിടെ ഫുള്ള് ഇരുട്ട്. ഇവിടെ പ്രേതങ്ങളുണ്ടോ? ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടൊക്കെ എന്തൊക്കെയോ ഷോപ്പുകൾ ഉണ്ടായിരുന്നാ തോന്നുന്നു. പ്രാവ് കാണിച്ചു കൊടുത്താ ഫുൾ പ്രാവുകള്. നോക്കിയോക്ക്. അവിടെ എന്ത്
ക്വാർട്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. പോയി നോക്ക്. ആ അങ്ങനത്തെ എന്തോ ആണ്. ഇത് മോൻ മേലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മേലെന്തോ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഉമ്മ കയറ്റി വിടുകയാണ്. ഇവിടെ പൂട്ടിട്ട് ഗൈസ് നമ്മൾ ചമ്മി പോയി. ഇവിടെ റൂമാന്നോ അവിടെ 2 റൂമുണ്ട്. അങ്ങോട്ട് ഉള്ളിൽ കൊണ്ടല്ലേ പേടിയാണ്. റബ്ബേ കാറ്റൊക്കെ അടിക്കണു. വേദത്തുണ്ടോ ഓടിക്കോ. അയ്യോ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഓടുകയാണ്. ഞാൻ അവിടെ കൂടെ സ്പീഡാണ് ജീവിക്കുകയാണ്. അയ്യോ ഇതൊന്നും പറയണ്ട. ഡിസ്കണക്ട് ചെയ്യണേ. അയ്യോ അയ്യോ അവിടെ ഇരിക്കാതെ സ്ഥലം ഇനി കണക്റ്റേക്കോ. ഇപ്പൊ പറയണ്ട. ഇതിപ്പോൾ മേലെ പോയി വന്നപ്പോൾ ആകെ ഗതച്ച് ആകെ ശരീരത്തിനയക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സമാവറാണ്. സമാവർ കാണിച്ചു കൊടുക്കുക. ഏതോ പഴയ ചായക്കടക്കാരൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. സമാവറുണ്ട്, ചട്ടിയുണ്ട്, പൊരിക്കടികളൊക്കെ വെച്ചിരുന്ന ചട്ടി വന്നു. പിന്നെ ഇത് മറ്റേ നമ്മളെ നാട്ടിൽ അരിരപ്പല്ലേ, അരിരപ്പം അതൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു ഇതാണ് തോന്നുന്നു. ഇനി ഇങ്ങോട്ടൊക്കെ നല്ല രസമുള്ള ഏരിയ, ഭയങ്കര ക്വൈറ്റ് കാമൊക്കെ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നമ്മൾ തിരിക്ക വരും മെട്രോ എന്താവും. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും സൺഡേ ആണെന്ന് അറിയില്ല, കുറേ ഷോപ്പുകൾ ക്ലോസ് ആണ്. പിന്നെ ഏകദേശം 10 മണി ആവാനായിട്ടുണ്ട്. 9:48 ആയിട്ടുണ്ട്. ഇതൊരു ഇതാണ്, ഒരു കളക്ഷൻ ബൈ ഹിൽടെക് ആണെന്തോ. ഇനി നമുക്കിങ്ങനെ അടുത്തടുത്ത സ്ഥലങ്ങൾ കാണുമ്പോൾ വരാം. അപ്പം ഗൈസ് നമ്മൾ ഉമ്മച്ചിക്ക് ക്യാമറ വ്ളോഗ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് വേറെ ഒരു ശില്പിക സ്തം. ഇതുവരെ ഇവിടെ കാട്, മിനി കാട് കാണാം. തൂണും പഴയ ഒരു ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക് തന്നെ ആവും. ഇനി നമ്മൾ എത്തിയിട്ടുള്ളത് വേറൊരു സ്ഥലത്ത് കാണും. ഇവിടെയൊക്കെ കുറേ കടകളും ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ പോയോ ഉമ്മക്ക് ക്യാമറ കൊടുത്തത് നമ്മൾ കുടുങ്ങിയോ എന്നൊരവസ്ഥയിലായിട്ടുണ്ട്. ഉമ്മ ഫുള്ള് ഷൂട്ട് ചെയ്ത് നടക്കുകയാണ്. പക്ഷേ നമുക്കാണെങ്കിൽ 9:51 മെട്രോക്കുള്ള സമയം കുറച്ചുപാടുണ്ട്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഈ ഒരു ഏരിയയിൽ ഗൈസ്, വെറും നമ്മൾ മാത്രം. ഇതോ എന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. വാഷ്റൂം കുറച്ചൊരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നൈസ് പിക്കൊക്കെ അടിച്ച് വൈബാക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. കെയ്യോ ഒന്ന്
ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് മിസ്സിസ് ഷമീറ മുനീർ, ഡോട്ടർ ഓഫ് മൊയ്തീൻ കുട്ടി മൊയ്തീനാട്ട്, എടപ്പാൾ തട്ടാമ്പടി. അപ്പം എടപ്പാൾ തട്ടാമ്പടി. കൂടുതൽ വിഷ്വൽസ് വ്ളോഗിൽ. ഇത് ഇതാണ് ടോയ്ലറ്റാണ്, അതൊന്നും കാണിക്കണ്ട. അങ്ങനെ അടുത്തതായിട്ട് ഇതൊരിക്കുന്നുണ്ട്. അടബൊമ്മാലി അടബൊമ്മാലി വലുതാക്കരുതമ്മ നോക്കിയിട്ട് ഇങ്ങനെ ആക്കുക. അങ്ങനെ അവസാനം നമുക്ക് ക്യാമറ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഫൈനലി ക്യാമറ തിരിച്ചു കിട്ടി. മൈക്ക് ഞാൻ കയ്യേറിയിരിക്കുന്നു. ആ ഇവിടെ ക്രിസ്റ്റല് വേറെ കുറേയല്ല എത്തി. ഇവിടെ ക്രിസ്റ്റൽ ഇതാ ഇവിടെ. ഓ ഫുള്ളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ വയ്യ ഇവിടെ. ഇന്നിപ്പോൾ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വയ്യ. അപ്പോൾ ഒന്നാമത് സമയം 10 മണി ആവാനായി. ഇന്ന് 11 മണി വരെയുള്ള മെട്രോ. പിന്നെ ഉമ്മച്ചിക്കും വയ്യാറിന്. അപ്പോൾ നമ്മൾ അധികം നടക്കാതെ ഒരു ഷോർട്ട് ഏരിയ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നെ. ഇനിയും പോകാൻ കുറേ ഉണ്ട്. എന്താ ഇതൊന്നാണ് അത്രേ. ഫോട്ടോ അവിടെ ഇതല്ലേ മറ്റേ ഈഗിള്. ആ അപ്പുറത്തുണ്ട്. ആ മോണാലിസന്റെ പോലത്തെ ആരോ. കുറെ ആൾക്കാരുണ്ട്. എന്താ പറയണ്ടത്? ഒരു ട്രഡീഷണലായിട്ട് പണ്ട് കാലത്ത് ബിസിനസ് നടന്നിരുന്ന ഒരു ഏരിയ. എന്നിട്ട് ബോട്ടിൽ അവിടെ കണ്ടില്ലേ നമ്മൾ, ബോട്ട് വരുന്നൊരു പുഴ, ഒരു കടലിൻ്റെ അവിടെ വരും കപ്പലടിഞ്ഞ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഇവിടെ മാർക്കറ്റ്. ഇവിടെ എല്ലാം ട്രഡീഷൻ അങ്ങനെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ഇരുന്ന ആളുകൾ ബിസിനസ് ചെയ്തിരുന്നു. അല്ല അതാണ് സംഭവം. ഇവിടെ കണ്ടല്ലോ ഇന്നത്തെ ബുർജ് ഖലീഫ പോലെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ? അങ്ങനെ ഇന്നത്തെ ബുർജ് ഖലീഫ അല്ല, പണ്ടത്തെ ബുർജ് ഖലീഫ. ഓരോ നാടുകളുടെ കാശ്മീർ, ഓരോ സ്ഥലങ്ങൾ നോക്കിയ ആളുകൾ, ഓരോ സാധനങ്ങൾ ഓരോ നാടിൻ്റെ. അപ്പോൾ അത് അങ്ങനെ ആളുകൾ ഇവിടെ ഇരുന്ന് അന്ന് ബിസിനസ്. മറ്റേ പണ്ടത്തെ പാട്ടിൻ്റെ സാധനം. പാട്ട് ഇവിടെ പണ്ടത്തെ ഗ്ലോബ്. ഗ്ലോബുമ്പോ ഒന്നുമില്ല, ഗ്ലോബിന്റെ രൂപം മാത്രം. തവള ഇവിടുത്തെ ആരോ ഇരുന്നിട്ടാ. കൊറേ തവളനെ കാണാനുണ്ട്. തവള അങ്ങനെ ആവൂല, വേറെന്തേലും ചെപ്പോ എന്താ ഏതിങ്ങനെ മുട്ടിയ ഡും 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 കേൾക്കാൻ പറ്റുമോ? സീക്രട്ട് സാധനങ്ങളാവും. എന്താ ചെസ് എനിക്ക് പറ്റുമോ? റിയലാണോ? നോക്കാം. മേലെ ഇവിടെ പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ അല്ലല്ലേ? ഇതിപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ. ലൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. ഫൈൻഡ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, നമ്മളിപ്പോൾ പണ്ടത്തെ ക്യാപ്സിലെത്തിയിരിക്കുന്നു. പണ്ടത്തെ ക്യാപ്സിൽ ഒറ്റ പ്രശ്നമുള്ളൂ, വാശേരി എവിടെയെന്ന് അറിയില്ല. ചെറിയ സ്ഥലമാണ്. അവിടെ 2-3 ആൾക്കാരുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റില്ല ബാക്കിൽ കൂടെ. ഉമ്മച്ചി പറഞ്ഞിട്ട് കയറിയതാണ് ഗൈസ്. ഇപ്പോൾ കയറിയപ്പോഴാണ് അതിൽ കൂടെ ഒരു ബസ് ആണ് കണ്ടത്. ആ ബസ്സായിരുന്നു ലാസ്റ്റത്തെ ബസ് ഗൈസ്. ഇനി കുറേ നടക്കണം, അല്ലെങ്കിൽ ടാക്സി വിളിക്കണം, എന്തെങ്കിലും കാട്ടണം. എന്നിട്ട് നേരെ മെട്രോ സ്റ്റേഷനിൽ എത്തണം. മെട്രോ കയറണം, പോകണം. എത്ര മണി? 10 ഗൈസ്. പിന്നെ 11 മണിക്കാണ്, അതോ 11:30 11:00 ഇത്. ഗൈസ് എല്ലാവരും പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഗൈസ്.
എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഇടുക. എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. ഒന്ന് ഫോക്കസ് ആവാത്ത ഫുഡ് എത്തിക്കുക. നമ്മൾ ഫുഡ് കഴിച്ച് വാശേരിയൊക്കെ വന്നാണ്. വീട്ടിലെ വാഷ്റൂം ഹെറിറ്റേജ് വൈബിൾ വാഷ്റൂം. ഡോറിൻ്റെ ഇതൊക്കെ ഭയങ്കര രസമുണ്ട്. ഡോർ മെൻ പക്ക പഴയ മുടി ഡോറൊക്കെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നൂല. അപ്പം ഗൈസ് എന്റേതാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അൽസീഫ് പോയിട്ട് 10 മണിക്കായിട്ട് നമ്മളെന്താ പറഞ്ഞ് നമ്മളവിടെ തിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം സമയം 12:30 ഗൈസ്. നമ്മൾ വരുന്ന വഴിക്ക് നമ്മളൊരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ കയറാൻ നോക്കിയപ്പോൾ ആ ബസ് നിർത്തിയില്ല ഗൈസ്. അത് നിർത്താത്ത കാരണമാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അത് ഞങ്ങളെ കണ്ടു, പക്ഷെ ഒറ്റടി എടുത്തു പോയി. അപ്പം അതുകൊണ്ട് മെട്രോ കയറി, മെട്രോയിൽ വന്നു, 2 മെട്രോ മാറി കയറി, ബസ് കയറി. നമ്മൾ കാണില്ല അങ്ങനെയൊക്കെ ബസ്സും കയറി. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മളെ ഏരിയയിലെത്തിയുള്ള. അപ്പോൾ നമ്മൾ റൂമിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഈസ് മീ മിച്ചൂസ് സൈനിങ് ഓഫ്. ബൈ.